പ്രേക്ഷകരെ, നമ്മൾ ഇത്രയും നേരം ഓണവിശേഷങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. അത് ദുഃഖകരമായ വാർത്തയാണ്. നേപ്പാൾ പ്രളയത്തിൽ മരണസംഖ്യ 17 36 അംഗ മലയാളി വിനോദസഞ്ചാരികൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയ കാഞ്ഞങ്ങാട് മുൻ SI പ്രദീപ് അടക്കമുള്ളവർ സംഘത്തിലുണ്ട്. കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണ് എന്നും മറ്റൊരു പാതയിലൂടെ യാത്ര തുടങ്ങിയതായും വിവരവുമുണ്ട്. ഇതാണ് നേപ്പാളിലെ പ്രളയ ദൃശ്യങ്ങളാണ്. നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ വില്ലേജിലുണ്ടായ ഈ ആക്സിഡന്റിൽ, ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റുമെന്നുള്ള കാര്യം 콜라가 두꺼워요. 좋았다 우라우셔라. 이거 뭐예요? നേപ്പാൾ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് ആവശ്യമായ സഹായം ഉറപ്പു നൽകി. ആദിൽ പാലോടും കെ സജീഷൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അതിലേക്കാണ്. അതിൽ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞുവെങ്കിലും അതിന്റെ ഭീകരത ഇത്രത്തോളമാണ് എന്നത് ഒരുപക്ഷെ ഇത്രമേൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന പോലും വന്നിട്ടില്ല എന്നുള്ള ഒരു കെട്ടിടം അപ്പാടെ 4 ഭാഗത്തുനിന്നും ഇരച്ചെത്തുന്ന പ്രളയജലം ഇല്ലായ്മ ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടത്. മരണസംഖ്യ 17 നാശനഷ്ടങ്ങൾ കണക്കുകൂട്ടാവുന്നതിനും അപ്പുറത്താണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിൽ? മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പാണ് നേപ്പാളിൽ നിന്ന് ലഭിക്കുന്നത്. കൂടുതൽ ഇന്ത്യൻ സഞ്ചാരികളെ കാണാതായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ നേപ്പാൾ ടൂറിസം ബോർഡ് അറിയിച്ചതനുസരിച്ച് 105 ഇന്ത്യൻ സഞ്ചാരികളെ, ഇന്ത്യൻ പൗരന്മാരെ കാണാതായിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ സഞ്ചാരികൾ ഉൾപ്പെട്ടിരിക്കാം എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഫോട്ടെ കോശി നദിയിലാണ് ശക്തമായ മിന്നൽ പ്രളയം ഉണ്ടായത്. നേപ്പാൾ ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള റസ്വ ജില്ലയിലാണ് വൻ നാശമുണ്ടായത്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. നേരത്തെ 8 മരണമായിരുന്നു, അത് 17ലേക്ക് ഉയർന്നിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ് ദുരിതാശ്വാസ പ്രവർത്തകർ, രക്ഷാപ്രവർത്തകർ. 26 നേപ്പാൾ പോലീസ് ഉദ്യോഗസ്ഥരെയും കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും ഭയാശങ്ക ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫോട്ടെകോശി നദിക്ക് സമീപമുള്ള ഗ്രാമങ്ങളും വാഹനങ്ങളും പാലങ്ങളും എല്ലാം അപ്പാടെ ഒലിച്ചു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി 14 ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചതായി നേപ്പാൾ അറിയിക്കുന്നുണ്ട്. കാണാതായ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ അടിയന്തര നടപടിയുണ്ട്. ഇന്ത്യൻ സഞ്ചാരികളെ കാണാതായത് സംബന്ധിച്ച് എംബസി, ഇന്ത്യയിലെ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി കൃത്യമായി സമ്പർക്കം പുലർത്തുകയും അടിയന്തര എമർജൻസി നമ്പറുകൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ 384 സഞ്ചാരികളെ കാണാതായി എന്നാണ് നേപ്പാൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. 291 വിദേശ സഞ്ചാരികളും 93 നേപ്പാൾ സ്വദേശികളെയും
കാണാതായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച വിവരം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. കൈലാസ യാത്രയ്ക്ക് പോയവരാണ് കൂടുതലും ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലേറ്റവും ഒരു പ്രത്യാഘാതമുള്ളത് ഈ ഒലിച്ചു വരുന്ന വെള്ളം ഇന്ത്യയിലെ നദികളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രളയജലം നദികളിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നദീതീരത്തുള്ളവരോട് മാറി താമസിക്കാനാണ് നിർദ്ദേശം. ഗണ്ഡക്, കോസി നദികളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യുപിയുടെയും ബീഹാറിന്റെയും വടക്കൻ മേഖലകളിൽ ആകെ ജാഗ്രതയുണ്ട്. അവിടെയുള്ള ജില്ലാ ഭരണകൂടത്തോട് ജാഗ്രതയോടെ ഇരിക്കാനുള്ള നിർദ്ദേശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ നൽകുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനമായി വരുന്ന വാർത്ത. അതിനിടെ നേപ്പാളിന് സഹായവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് സഹായം നൽകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ സാധനങ്ങളും ഉടൻ തന്നെ ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് വ്യോമസേനാ വിമാനങ്ങൾ വഴി അയച്ചു തുടങ്ങും എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനിടെയാണ് നേരത്തെ നമ്മൾ കണ്ട പ്രതികരണം, അത് മലയാളിയുടേതാണ്. നേപ്പാളിൽ ഈ അപകട സ്ഥലത്തിനടുത്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട 36 അംഗ സംഘമാണ്. കാഞ്ഞങ്ങാട് മുൻ SI പ്രദീപ് അടക്കമുള്ളവരുടെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. കെ സജീഷ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സജീഷ്, ഏറ്റവും അത്യാവശ്യമായ സഹായം നേപ്പാളിന് ആവശ്യമുള്ള സമയം കൂടിയാണ്. ഇന്ത്യ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തിരച്ചിലിനുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? അത് തെരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ, അയൽ രാജ്യങ്ങളെല്ലാം തന്നെ സഹായം വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഏതാണ്ട് 500-നടുത്ത് ആളുകളെ കാണാനില്ല എന്നതാണ്. അതിൽ തന്നെ 384 വിദേശ സഞ്ചാരികളാണ്, വിനോദസഞ്ചാരികളാണ് ഈ കാണാതായവരിൽ പെടുന്നതെന്നാണ് ഇന്ത്യക്കടക്കം ആശങ്കയുണ്ടാക്കുന്നത്. 105 ഇന്ത്യൻ സഞ്ചാരികളെ കാണുന്നില്ല എന്നാണ് ഇതുവരെ ലഭിച്ച വിവരങ്ങൾ. അതിൽ മലയാളികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പോൾ നമ്മോട് സംസാരിച്ച ആൾ മലയാളി സംഘത്തിലുള്ള ആളാണ്. അവർ പക്ഷേ ഈ പ്രളയത്തിൽ നിന്ന് വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ആ പ്രളയബാധിത മേഖലയിൽ നിന്ന് ഏതാണ്ട് 10 മിനിറ്റ് 20 മിനിറ്റ് മുമ്പ് മാത്രം മാറിപ്പോയ ആളുകളാണ്. 36 അംഗ സംഘത്തിലെ ഒരാളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഏതായാലും മലയാളികളടക്കമുള്ള ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഈ സമയത്ത് നേപ്പാൾ സഞ്ചരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് പോയ ട്രാവൽ ഏജൻസിയുടെ 14ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നത്. പക്ഷേ അവരിപ്പോഴും അവർ സുരക്ഷിതരാണ് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ആ കാര്യത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഈ മേഖലയിൽ വിനോദസഞ്ചാരത്തിനായി പോയിട്ടുണ്ട്. അവരിൽ എത്ര പേർ മലയാളികളുണ്ട്, എത്ര ഇന്ത്യക്കാരുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ടുണ്ട്. അടിയന്തര യോഗം ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലും ഇത് അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. കാരണം ബീഹാർ, UP സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന നദികളാണ് നേപ്പാളിൽ നിന്ന് വരുന്ന. ഈ പ്രളയമുണ്ടായ നദി പോലും ബീഹാറിലേക്ക് വരുന്ന നദിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയും മിന്നൽ പ്രളയം ആവർത്തിച്ചേക്കാം എന്നൊരു ദുരന്ത സമാനമായ സാഹചര്യം ഇവിടെയുണ്ട്, നേപ്പാളിലുണ്ട്. അതായത് ചൈനയുടെ മുന്നറിയിപ്പ് ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അവിടെയുള്ള മഞ്ഞു തടാകത്തിൽ ഏതാണ്ട് 7 അടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട്. ഏത് സമയം വേണമെങ്കിലും ആ തടാകം പൊട്ടാം എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് വീണ്ടും മിന്നൽ പ്രളയ സാധ്യത നേപ്പാളിലെ ഈ ദുരന്തബാധിത മേഖലയിൽ ചൈന മുന്നറിയിപ്പായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ വേഗതയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല നേപ്പാളിന്റെ ആർമി അടക്കമുള്ള എല്ലാ ദുരന്ത സംവിധാനങ്ങളെല്ലാം തന്നെ അവിടങ്ങളിൽ എത്തുകയും ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സജീഷ്, മലയാളികൾ ഇപ്പോൾ 36 മലയാളികളുടെ ഒരു സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റാളുകൾ കൂടി പറയുന്നത് പോലെ ഹിമാലയൻ യാത്രയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിനോദസഞ്ചാരത്തിനോ ഒക്കെ ആയി പോയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടോ തുടങ്ങിയ വിവരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അത്തരം ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം 133 ഇന്ത്യക്കാരെ കാണാതായെന്നാണ് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ 133 ഇന്ത്യക്കാർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലടക്കമുള്ള ഒട്ടേറെ പേർ ഇപ്പോഴും ഈ ദുരന്തബാധിത മേഖലകളിലുണ്ട്. അതിൽ ഒട്ടേറെ പേർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, അതായത് ഈ ഭാഗങ്ങളിൽ മലയാളികൾ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ഏതൊക്കെ മലയാളികൾ ഈ മേഖലയിൽ സന്ദർശിച്ചിട്ടുണ്ട്, ആ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ മലയാളികളുടെ കണക്കുകളൊക്കെ ലഭ്യമാക്കാനുള്ള, അതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം ഏകീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക്
നേതൃത്വം നൽകാൻ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കണക്കുകൾ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകാനിടയുണ്ട്. കോട്ടയം, കൊച്ചി, ഒപ്പം തന്നെ കാസർഗോഡ് ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ ആ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അവർ പക്ഷേ സുരക്ഷിതരാണ്. ഈ പ്രളയം നടന്ന മിന്നൽ പ്രളയം ഉണ്ടായ മേഖലയിൽ നിന്നാണ് അവർ വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അത് സംസാരിച്ച പലരും പറയുന്നത് 10-20 മിനിറ്റ് മുമ്പ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൺമുന്നിലൂടെ തന്നെ ഒട്ടേറെ വീടുകളും മരങ്ങളും ഒപ്പം തന്നെ വാഹനങ്ങളെല്ലാം ഒഴുകിപ്പോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി വന്ന ഒരു ദുരന്തം എന്ന രീതിയിൽ തന്നെ ഒട്ടേറെ പേർ ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതിൽ മലയാളികളുണ്ടോ എന്നറിയില്ല, ഇന്ത്യക്കാരുണ്ടോ എന്നറിയില്ല. പക്ഷേ 133 ഇന്ത്യക്കാരെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല. അവർ കാണാതായെന്നാണ് പുതിയ റിപ്പോർട്ട്. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് മഞ്ഞുമല ഇടിഞ്ഞു വീണു എന്നാണ് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോൾ ലഭ്യമാകുന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. മഞ്ഞുമലകളും കൂറ്റൻ പാറകളും ഇടിഞ്ഞു വീതാണ് പ്രളയത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. അതായത് ടിബറ്റൻ അതിർത്തിയിലാണ്, നേപ്പാൾ ടിബറ്റൻ ചൈനീസ് അതിർത്തിയിലാണ് ഈ ദുരന്തമുണ്ടായത്. അവിടെയൊക്കെ മഞ്ഞുമലകൾ ഒട്ടേറുണ്ട്, മഞ്ഞു തടാകങ്ങളുണ്ട്. ആ മഞ്ഞുമലകളും കൂറ്റൻ പാറകളും ഇടിഞ്ഞു വീണതാണ് ഈ വളരെ പെട്ടെന്നുള്ളൊരു മിന്നൽ പ്രളയത്തിലേക്ക് നീങ്ങിയത്. ഒപ്പം തന്നെ വീണ്ടും മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള മുന്നറിയിപ്പ് ചൈന നൽകിയിട്ടുണ്ട്. മഞ്ഞു തടാകത്തിൽ 7 അടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട്. ഏത് സമയവും പൊട്ടിയേക്കാം. അതുകൊണ്ട് ഈ മേഖലയിൽ ജലം കുത്തിയൊലിച്ചു പോകുന്നത് കാണുമ്പോൾ തന്നെ എത്രത്തോളം അപകടമുണ്ടാക്കുന്നതാണ്, എത്രത്തോളം ശക്തിയിലാണ് എന്ന് നമുക്ക് അറിയാം. ഒരു കെട്ടിടം അപ്പാടെ ഇടിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ ജനവാസ മേഖലയിലേക്ക് കയറി ഒഴുകിയ പ്രളയജലമാണ്. നാശനഷ്ടങ്ങളൊന്നും കണക്കിലെടുക്കാനായിട്ടില്ല. ഇപ്പോൾ തിരച്ചിൽ തന്നെയാണ് തുടരുന്നത്. 17 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മലയാളി സംഘം സുരക്ഷിതരാണ് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.